It's a graphical way of representing information or ideas or data. Okay, we can show the connection between different pieces of words pictorically. Okay, mind map നമ്മൾ ഒരു ടോപ്പിക്കിൽ ഡിഫറെന്റ് ഐഡിയാസ് ആൻഡ് കോൺസെപ്റ്റ് ഉണ്ടാവും അല്ലെ, അവർ തമ്മിലുള്ള റിലേഷൻ അല്ലെങ്കിൽ കണക്ഷൻ റെപ്രസെന്റ് ചെയ്യാം യൂസിങ് ഗ്രാഫിക്കലി നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൈൻഡ് മാപ്സ് ഉപയോഗിക്കുക. ഓക്കെ, മൈൻഡ് മാപ്പ് ഇസ് യൂസ്ഡ് വെൻ യു റെപ്രസെന്റ് ഇൻഫർമേഷൻ യൂസിങ് പിക്ചേഴ്സ് പ്ലേസ്ഡ് ഇൻ എ സച്ച് എ വേ ദാറ്റ് ദേ കൺവേ സം മീനിങ്. ഓക്കെ, അപ്പോൾ ഒരു മൈൻഡ് മാപ്പിൽ നമുക്ക് വേർഡ്സ് എഴുതാം, ഇനി പിക്ചേഴ്സ് പ്ലേസ് ചെയ്യണമെങ്കിൽ പിക്ചേഴ്സ് പ്ലേസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അത് നമുക്ക് എന്താ, അവർ തമ്മിൽ ഓരോ പിക്ചർ അല്ലെങ്കിൽ ഓരോ വേർഡ് അല്ലെങ്കിൽ ഓരോ information or data തമ്മിലുള്ള connection we can easily identify from the mind map. Okay, then advantages of mind map. Advantages of mind map: so make remembering information much easier. We can remember the information very easily. Okay, when you look at the textbook, there may be different paragraph, right? So reading all these paragraphs will take time, and you have to read it more than 3 times to remember it, right? But if you have a mind map, you can easily understand the concept in the mind map, and you can easily remember that. നിങ്ങൾ ദൃശ്യം മൂവിയിൽ ഒരു ഡയലോഗ് ഓർമ്മയില്ലേ, നമ്മൾ സിനിമ നമ്മൾ സിനിമയെല്ലാം കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ മൈൻഡിൽ നിൽക്കും അല്ലേ. ഒരു പിക്ചർ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പാരഗ്രാഫ് കണ്ട കാര്യങ്ങളെക്കാളും പിക്ചർ നമ്മുടെ ബ്രെയിനിൽ മൈൻഡിൽ മായാതെ നിൽക്കും, നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയും അല്ലേ. ഒരു പിക്ചർ നമുക്ക് ഒരു ഫുൾ പാരാഗ്രാഫ് ഇൻഫർമേഷൻ ഓർത്തെടുക്കുന്നതിനേക്കാൾ ഈസി ആയിട്ട് പിക്ചേഴ്സ് ഓർത്തെടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് വൺ advantage of this mind map. It makes remembering information much easier as compared taking notes and writing text. The writing text ഒക്കെ ഉണ്ടാവും, അതിനൊക്കെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ മൈൻഡ് മാപ്പ്, remembering information in the mind map is much easier. Okay, then in mind map we can add pictures. നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്ചേഴ്സ് വരച്ച് ചേർക്കാം. ഇനി വേർഡ്സ് നമ്മൾ എഴുതിയില്ലേ, ലൈക്ക് ഫ്രൂട്ട്സ് എന്നൊക്കെ എഴുതിയില്ലേ, ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ആപ്പിൾ, ഓറഞ്ച് ഇതൊക്കെ നമ്മൾ എഴുതിയതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ഡ്രോ ദ പിക്ചേഴ്സ് ഓർ യു ക്യാൻ പേസ്റ്റ് ദ പിക്ചേഴ്സ്, ദെൻ യു ക്യാൻ യൂസ് ദ കളർ പെൻസിൽസ്, യു ക്യാൻ യൂസ് കീ വേർഡ്സ്, എനിത്തിങ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തും നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പാകത്തിന് ഷോർട്ട് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉണ്ടാവില്ലേ. ഇപ്പോ വിബ്ജിയോർ, violet, indigo, blue, green, yellow, orange, red. These are the colors in a rainbow. അതിനെ വിബ്ജിയോർ എന്നുള്ള ഒരു വേർഡ് ഓർത്താ we can remember all the 7 colors, right? ആ ഒരു കോൺസെപ്റ്റിലുള്ള കീ വേർഡ്സ് എല്ലാം we can include in this mind map. Okay, so we can easily remember the mind map because we can include pictures, color codes, shapes along with keywords shapes, colors, pictures ഒക്കെ നമുക്ക് മൈൻഡ് മാപ്പിൽ ആഡ് ചെയ്യാൻ പറ്റും. സോ റിമെമ്പറിംഗ് ദ ഇൻഫർമേഷൻ ഇൻ ദ മൈൻഡ് മാപ്പ് ഇസ് മച്ച് ഈസിയർ. ദെൻ we can summarize a single topic in a sheet of paper. Okay, see, in this chapter we have 4 pages. ഈ 4 pages ഉള്ള ഈ ചാപ്റ്ററിനെ we can summarize this chapter into one sheet of paper if we are using a mind map. ഒരു മൈൻഡ് മാപ്പ് വെച്ച് ഇതിലെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വെച്ച് നമുക്ക് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ we can make it in a sheet of paper. ഒരു ഷീറ്റ് ഓഫ് പേപ്പറിലേക്ക് കംപ്ലീറ്റ് ടോപ്പിക്കിനെ നമുക്ക് സമ്മറൈസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. ക്ലിയർ? എഴുതുമ്പോൾ അത് more than one sheet of paper വേണ്ടി വരും. But since it's the pictorial or graphical representation, we can complete this in a sheet of paper. Clear? They help you in summarizing a topic on a single sheet of paper pictorially. Okay, we can summarize the topic in a single sheet of paper pictorially. Okay, then it helps us to organize the data with ഒരു ഡാറ്റ നമ്മുടെ കയ്യിൽ ഡാറ്റ ഉണ്ടാവും, അതിനെ നല്ലൊരു വെൽ സ്ട്രക്ചർഡ് ആയിട്ട് നല്ലൊരു മെത്തേഡിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ we made the vocabulary of food vocabulary. We have a
well organized structure of data, right? We have classified the food vocabulary. We have classified them as vegetable, fruits, drinks, animal source food, like that. Okay. And again, we subcategorize this. So there is an organized way of representing the data, right? But organized way data represented. So mind maps help you in summarize information, organize data, and represent it logically. Okay. Represent it logically. ഒരു ഡേറ്റ തമ്മിലുള്ള കണക്ഷൻ ഉണ്ടാവും അല്ലേ? ആ കണക്ഷൻ അല്ലെങ്കിൽ റിലേഷൻ ആ മൈൻഡ് മാപ്പിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ക്ലിയർ? Then to grasp the relation between the information is really easy. നമുക്ക് ഒരു മൈൻഡ് മാപ്പ് കണ്ടു കഴിഞ്ഞാൽ അതിലെ ഡേറ്റ തമ്മിലുള്ള റിലേഷൻസും കണ്ടുപിടിക്കാൻ ഇപ്പം നമ്മൾ ഫുഡ് വൊക്കാബുലറിയിൽ ആപ്പിൾ എന്നൊരു വേർഡ് കണ്ടു വിചാരിച്ചോ. ആപ്പിളിന്റെ ആ ലൈൻ നേരെ കണക്ട് ചെയ്യുന്നത് ഫ്രൂട്ട്സ് എന്ന കാറ്റഗറിയിലേക്കാണ് അല്ലെ? വി നോ ദാറ്റ് ആപ്പിൾ ഇസ് എ ഫ്രൂട്ട്. ഓക്കെ. then a fruit എന്ന ലൈൻ കണക്ട് ചെയ്യുന്ന ഫുഡ് വൊക്കാബുലറിയിലേക്കാണ്. ഓക്കെ. then fruits is something related to food vocabulary. It includes in food vocabulary that we can understand that. ആ ലൈൻ തമ്മിലുള്ള കണക്ഷൻ നോക്കിയിട്ട് ഡിഫറെന്റ് ഡേറ്റ ഇൻഫർമേഷൻ അല്ലെങ്കിൽ അതർ ഇൻഫർമേഷൻ തമ്മിലുള്ള റിലേഷൻ ഓർ കണക്ഷൻ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. then summarizing a paper into sheet of paper, summarizing the entire topic into a sheet of paper, it will definitely gonna minimize the time and space. Clear? They can be used to take notes on a topic rapidly using minimum space. ഒരുപാട് സ്പേസ് ഒന്നും വേണ്ട, മിനിമം സ്പേസ് വെച്ച് നമുക്ക് എന്ത് ടോപ്പിക്കിനെ കുറിച്ച് വേണമെങ്കിലും ഒരു മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ? So you can use mind maps while studying to remember the summary of the chapter in a funny way. So to learn paragraph, it's really difficult. But if we are using mind maps to study this, it will be very easy and it will be fun. Learning will be fun. Clear? Everyone, take page number 37 and read those two paragraphs quickly. Mind maps makes remembering information much easier. Underline that sentence using your pencil. Mind maps makes remembering information much easier as compared to taking notes or writing text. That is not easy. That's not required, but you have to understand remembering information makes much easier. That's the first advantage. Okay. You can add, this is because you can add pictures, color codes and shapes along with the keywords. Underline the sentence. You can add pictures, color codes and shapes along with the keywords in a mind map. You can add pictures, color codes and shapes along with the keywords in a mind map. Then they help you in summarizing a topic in a single sheet of paper pictorially. Underline that sentence too. That is also the advantage of mind map. Then mind maps help you to summarize information, organize data and represent it logically so that you can find the required information quickly. Underline, mind maps help you to summarize information, organize data, and represent it logically. Underline that. Then underline, you can find the required information quickly from mind map. You can find the required information quickly from a mind map. Next point, they can be used to take notes on a topic rapidly using minimum space. Underline that sentence too. They can be used to take notes on a topic rapidly using minimum space. You can use mind maps while studying to remember the summary of the chapter in a fun way. No need to underline that. Okay.
Means they can be used to take notes on a topic rapidly. അത് underline ചെയ്യണോ? Yes, using minimum space. Okay. Then mind maps are very useful for problem solving in a large organization. You have to underline very useful for problem solving in large organization and various other sectors such as marketing and finance. Very useful for problem solving in large organization. They use mind map technique for problem solving, just like brainstorming. Brainstorming is a method of problem solving, and mind map അവരുടെ കയ്യിലുള്ള ഡാറ്റനെ ബേസ് ചെയ്തിട്ട് ഒരു മൈൻഡ് മാപ്പ് അവർ സെറ്റ് ചെയ്ത് വെക്കും. അതിനെ ബേസ് ചെയ്തിട്ട് അവർ, നിങ്ങൾ ഈ ക്രൈം ത്രില്ലർ മൂവീസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, അതിൽ കുറെ ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഓരോന്നൊക്കെ വെച്ച് ഇങ്ങനെ പിക്ചോറിക്കലി അവരിങ്ങനെ ഒരു റൂമിൽ ഒരു ബോർഡിൽ അവർ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് കണക്ഷൻ ഒക്കെ ആക്കുന്ന ഒരു സീനൊക്കെ ഇല്ലേ, ദോസ് ആർ മൈൻഡ് മാപ്പ്. ക്ലിയർ? യൂസ്ഫുൾ ഫോർ പ്രോബ്ലം സോൾവിംഗ് ഇൻ ലാർജ് ഓർഗനൈസേഷൻ. ഓക്കെ. Then next point is, it's really hard to remember, but if you can remember it. Okay, a visual representation of ideas, solutions, and relationship between information helps the people understand, even if they are not very comfortable with the reading language. Even if you don't know the reading language, if you represent that information pictorially, any people can understand the relation between them. ഓക്കെ, നമ്മൾ വിഷ്വലൈസ് ചെയ്ത് വെക്കുകയാണ് അല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ക്രൈം ത്രില്ലർ മൂവീസിൽ ഓരോരുത്തർ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഓരോരുത്തർ തമ്മിലുള്ള റിലേഷൻ, ക്രൈമായിട്ടുള്ള റിലേഷൻ ഒക്കെ ഇങ്ങനെ പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് റിയലി ഈസി ടു അണ്ടർസ്റ്റാൻഡ്. You don't need to learn the language, okay, because we are using pictures and all in this mind mapping. Okay, so there is an image 3.4 advantages of a mind map. Mind mapping is, let's summarize that portion. Easy to summarize a solution. It is easy to summarize a solution. Attractive and easy to read. It is attractive and easy to read. ഒരു പാരാഗ്രാഫ് കാണുന്നതിനേക്കാൾ ഈസിയാണ് ഒരു മൈൻഡ് മാപ്പ് കാണുമ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് തോന്നും. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് അല്ലെ, കുറെ പദസൂര്യൻ പോലത്തെ സാധനങ്ങളാണ് അല്ലെ, അതിന് പകരം ഒരു പാരാഗ്രാഫ് ആകുമ്പോൾ ഓ ഇതൊക്കെ പഠിക്കണമല്ലോ എന്ന് തോന്നും അല്ലെ. പക്ഷെ ഇതങ്ങനെയല്ല, ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ആൻഡ് ഈസി ടു റീഡ്. Then takes less time and space. ലെസ് ടൈം ആൻഡ് സ്പേസ്. കുറച്ച് ഒരു ഷീറ്റ് ഓഫ് പേപ്പറിൽ ഒരു ചാപ്റ്ററിനെ മൊത്തം നമുക്ക് മൈൻഡ് മാപ്പിൽ പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. കുറച്ച് സമയവും മതി. ഒരുപാട് എഴുതി പോണ്ട, നമുക്ക് പിക്ചർ വരച്ചിട്ട് കീവേഡ്സ് പിക്ചേഴ്സ് ഒക്കെ മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് ഇറ്റ്സ് ഈസി ടു ക്രിയേറ്റ്. ഇറ്റ് മേക്സ് പ്രോബ്ലം സോൾവിംഗ് ഫൺ ഫിൽഡ് പ്രോസസ്. പ്രോബ്ലം സോൾവിംഗ് ഫൺ ഫിൽഡ് പ്രോസസ്. അധികം തല പൊക്കിക്കേണ്ടി വരാറില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഓരോ ഡേറ്റ തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. സോ പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്നത് ഒരു ഫൺ ഫിൽഡ് പ്രോസസ്സാണ്. സോ ഈസി ടു റിമെമ്പർ ഓർ മെമ്മറൈസ്. Easy to remember or memorize. We know that we can easily remember a picture. When compared to a paragraph, remembering pictures are really easy. So it is easy to remember and memorize. Not and or memorize. Now, mind mapping process. Mind mapping process. So just like brainstorming process, mind mapping process is also there. We have done that. So it's easy. You see, first step, there will be a main topic, right? The main topic, those two examples we have done in the class was food vocabulary was the main topic. Okay. In the second example, we have done the subject in the class. That was the main topic. If you are going to prepare a mind map of this chapter, what will be the heading? That is brainstorming and mind maps. That is a brainstorming and mind map. That is the name of the chapter. That will be the main topic. Okay, brainstorming and mind map എന്ന് പറയുമ്പോൾ ഒരു സർക്കിൾ, ഒരു എന്താ പറയാ, ആ ഹെഡിങ് മെയിൻ ടോപ്പിക്കിനെ സെന്ററിൽ പ്ലേസ് ചെയ്യാം, അതിനെ എൻസർക്കിൾ ചെയ്യാം, ചുറ്റും വട്ടം വരച്ച്. Okay, then radiating branches means രണ്ട് ബ്രാഞ്ച്. ഈ ചാപ്റ്ററിൽ the two important topics were brainstorming and mind map. But ഇവിടെ രണ്ട് ബ്രാഞ്ചാ വരിക അല്ലെ. In this chapter you will have two branches. First for brainstorming
and second one for mind mapping. Okay, in brainstorming, we also learned about brainstorming process, right? Brainstorming process, rules of brainstorming. Those are the two important topics we learned in brainstorming, right? For brainstorming, again, two branches varum. One, rules of brainstorming and brainstorming process. Okay, in mind maps, we learned advantages of mind map. Here we are going to learn mind map process and limitation of mind map. Three topics we are going to discuss. So at the end of the chapter, I have an activity for you. You have to create the mind map of this chapter. This is the activity for you. Okay, everyone have to listen. You have to create an you have to create a mind map based on this chapter. Clear? So let's discuss the step. That is, first place the name of the topic in the center and encircle it. First, we have to place the topic in the center and we have to encircle it. Nadukku main topic in the പേര് എഴുതുക, അതിനെ ഒരു റൗണ്ടിലാക്കി ഒരു വട്ടം വരച്ചു വെക്കുക അല്ലേ? Then wait. Next, radiate അതിന്റെ branches ആ മെയിൻ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മെയിൻ ബ്രാഞ്ചസ്. അപ്പൊ റേഡിയേറ്റിംഗ് ബ്രാഞ്ചസ് വരയ്ക്കുക, മെയിൻ ടോപ്പിക്കിനോട് റിലേറ്റ് ചെയ്യുന്ന പോയിന്റ്സ് എഴുതാം. ഫ്രം ദ മെയിൻ ടോപ്പിക് ഡ്രോ റേഡിയേറ്റിംഗ് ബ്രാഞ്ചസ് വിത്ത് ദ നെയിം ഓഫ് കാറ്റഗറീസ്. ഇപ്പോൾ നമ്മൾ സബ്ജക്റ്റിന്റെ കേസിൽ സബ്ജക്ട് കാറ്റഗറി ചെയ്ത് മാത്സ് ഉണ്ട്, സയൻസ് ഉണ്ട്, ലാംഗ്വേജസ് ഉണ്ട്, സോഷ്യൽ സ്റ്റഡീസ് ഉണ്ട് അല്ലേ? അപ്പോൾ മെയിൻ ടോപ്പിക്കിന്റെ ഡിഫറെന്റ് കാറ്റഗറീസ് ആയിരുന്നു അത്. And you can further draw branches from these categories. At the end of each branch, you can draw rectangles contains bullet points or subcategories that give information about the respective category. So see, in this example subject, this is the main topic is subject. Main topic is subject. And encircle idilla rectangle aanu varachadu. It's okay. We can do according to our wish. Okay. Subject. So subject in a main ആയിട്ട് categorize ചെയ്തിട്ടുണ്ട്. Maths ഒരു subject ആണ്, social studies and another subject, languages and another subject, science is another subject. These are the four categories of main topic subject. If four main categories in again subdivide ചെയ്തിട്ടുണ്ട്, subcategorize ചെയ്തിട്ടുണ്ട്. Like in science we have physics. Again, ഈ science പറഞ്ഞ category we have radiating branches again, right? Again branches കാണാം. അതെങ്ങോട്ടേക്കാ പോകുന്നത്? ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് ബയോളജി. ദാറ്റ് മീൻസ് സയൻസ് പറഞ്ഞ സബ്ജക്റ്റിനെ വീണ്ടും സബ് കാറ്റഗറൈസ് ചെയ്തു. എന്ത്? ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ക്ലിയർ? മാത്സിലേക്ക് നോക്കുമ്പോൾ ദ കാറ്റഗറി മാത്സ് ഹാസ് ബീൻ സബ് categorized as algebra and geometry. Clear? Is that clear for you? ഇപ്പൊ ഓരോന്നിനെ നമ്മൾ സോർട്ട് ചെയ്ത് സോർട്ട് ചെയ്തല്ല, മെയിൻ നമ്മൾ കാറ്റഗറൈസേഷൻ നടത്തി പോവാണ് അല്ലെ. ഇനി ലാസ്റ്റ് എത്തിയപ്പോഴത്തേന് നിന്നു. ഇപ്പൊ നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ മൈൻഡ് മാപ്പ് എടുക്കുമ്പോൾ ബ്രെയിൻ സ്റ്റോമിംഗ് റൂൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ വരും അല്ലെ. അപ്പൊ നമ്മൾ കുറെ ബുള്ളറ്റിൻസ്, കുറെ പോയിന്റ് വരച്ചിട്ടില്ലേ, പഠിച്ചിട്ടുണ്ട്. ബ്രെയിൻ സ്റ്റോമിംഗ് റൂൾസ്, ആരുടെ പോയിന്റ്സിനെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് റൂൾസ് പഠിച്ചിട്ടില്ലേ. അവിടെ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാ ചെയ്യാന്ന് വെച്ചാല്, ഈ സബ് കാറ്റഗറിക്ക് പകരം നമുക്കൊരു റെക്ടാങ്കിൾ വരച്ചിട്ട് അതിൽ പോയിന്റ് ആയിട്ട്, വലിയ സെന്റൻസ് അല്ല, പോയിന്റ് ആയിട്ട് അതെല്ലാം നമുക്ക് താഴെ ഒരു റെക്ടാങ്കിളിനുള്ളിൽ ബുള്ളറ്റ്സ് ഇട്ടിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഫൈനലൈസ് ദ മൈൻഡ് മാപ്പ് ബേസ്ഡ് ഓൺ ദ അനാലിസിസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അപ്പൊ നമ്മൾ അതിന്റെ എന്താ പറയാ, എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർഡർ മീൻസ് എല്ലാ റിലേഷനും മാറിപ്പോവാതെ വൃത്തിയിലായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ our mind map is ready. Clear? Is that okay? Yes. Yeah. Here we have a mind map of representing birthday party plan. Party plan in figure 3.5 you can. So birthday party is the main topic, right? Birthday party is the main topic. ബർത്ത്ഡേ പാർട്ടിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ഇവന്റ്സ്, എന്തൊക്കെ പ്ലാൻ ചെയ്യണം എന്നുള്ളതിന്റെ മൈൻഡ് മാപ്പ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ബർത്ത്ഡേ പാർട്ടി വി ഹാവ് ടു ഇൻവൈറ്റ് ഗസ്റ്റ്, ദാറ്റ് ഈസ് വൺ പോയിന്റ്. നെക്സ്റ്റ്, ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ്, ഗസ്റ്റിന് ഫുഡ് ആൻഡ് ഡ്രിങ്ക്സ് സെർവ് ചെയ്യണം. ഡേറ്റ് ആൻഡ് വെന്യൂ, ഡേറ്റ്, ടൈം ആൻഡ് വെന്യൂ, പാർട്ടി എപ്പോൾ കണ്ടക്ട് ചെയ്യണം, എവിടെ വെച്ച്, എത്ര മണിക്ക്. ഓക്കെ. ഡെക്കറേഷൻ, ബർത്ത്ഡേ പാർട്ടി ആകുമ്പോൾ ഡെക്കറേഷൻസ് ഒക്കെ വേണം അല്ലേ, അപ്പൊ അതിനുള്ള കാര്യങ്ങൾ വാങ്ങണം.
Then entertainment. There should be song, dance, anything for entertainment purpose. Then party theme. എന്തെങ്കിലും ഒരു തീം ഉണ്ടാവും പാർട്ടിക്ക്, ഡ്രസ് കോഡും കാര്യങ്ങളും അതേപോലെ എന്തെങ്കിലും തീം ഒക്കെ ഉണ്ടാവും. ആ തീം എന്ത് വേണമെന്നതിനെ കുറിച്ച് ചിന്തിക്കണം. Then ഫുഡ് ആൻഡ് ഡ്രിങ്കിനെ നമുക്ക് എഗെയിൻ കാറ്റഗറൈസ് ചെയ്യാം, വെജിറ്റബിൾ നോൺ വെജ് എന്നൊക്കെ പറഞ്ഞ്. ഡേറ്റ് ആൻഡ് ടൈമും നമുക്ക് ഇവിടെ ഫിക്സ് ചെയ്യുന്ന പോലെ ഇവിടെ എഴുതാം. ഡെക്കറേഷൻ, ബലൂൺ വേണോ, ഇനി എന്താ പറയാ, പോപ്സ്, എന്താണ് പറയാ, പോപ്സ്, ആ അത് വേണോ, അങ്ങനെ പാർട്ടി പോപ്പോ അത്. Then what, ribbons, all those we can subcategorize here. Entertainment, song, music, DJ, dance, അതൊക്കെ നമുക്ക് സബ് കാറ്റഗറൈസ് ചെയ്യാം അല്ലെ. പാർട്ടി തീം, ഡ്രസ്സ്, വേറെ എന്തെങ്കിലും തീം കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഡ്രസ് കോഡ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ അഗെയിൻ ബ്രാഞ്ചസ് വരച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. ക്ലിയർ? ഇസ് ദാറ്റ് ഓക്കെ? നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ മൈൻഡ് മാപ്പ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വരിക. ആഫ്റ്റർ ദാറ്റ് ലെറ്റ്സ് സീ, let me check whether what did you understand from this chapter. So info box, mind maps are very helpful memorizing facts, because about 80% of information that our brain receives come from our eyes. What we see, we can remember it for a long time. Okay, നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന് ഇപ്പൊ എന്റെ സൗണ്ട് കേൾക്കുന്നതിനേക്കാളും, മീൻസ് you are listening to me, right? You are hearing me, you are listening to me, you can hear what I am saying right now, but after some time you may forget what did I say. ഞാൻ എന്താ പറഞ്ഞതെന്ന് നിങ്ങൾ മറന്നു പോകും. But you will never forget this picture of this birthday party. ഞാൻ പറഞ്ഞ കാര്യങ്ങളെക്കാളും കൂടുതൽ നിങ്ങൾ ഓർത്തെടുക്കാൻ പറ്റിയ ഈ പിക്ചേഴ്സ് ആയിരിക്കും ഞാൻ കാണിച്ചു തന്നെ, അല്ലേ? സോ നമ്മളുടെ 80%, ബ്രെയിൻ്റെ 80%, എന്താ പറയാ, 80% ഓഫ് ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്നത് നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. മൂവീസിന്റെ സ്റ്റോറി എല്ലാം നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ. നിങ്ങൾ കാണുന്ന മൂവി എല്ലാം സ്റ്റോറി നിങ്ങൾക്ക് എപ്പോൾ ചോദിച്ചാലും പറയാൻ പറ്റും, ബിക്കോസ് യു സോ ദാറ്റ്. അത് നിങ്ങൾ കണ്ടത് കൊണ്ടാണ്. കേട്ട കാര്യങ്ങൾ നമ്മൾ പിന്നെയും മറന്നു പോകും, ബട്ട് വെൻ യു സീ സംതിങ് യു ക്യാൻ ഈസിലി റിമെമ്പർ ദാറ്റ്. ക്ലിയർ? Now limitations of mind map. Mind map have different advantages that we already saw that. Then we are going to discuss the limitation of mind map. Mind map ന് കുറച്ച് limitations ഉണ്ട്. Okay, നമ്മൾ മൈൻഡ് മാപ്പ് ഒരു കാര്യത്തെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. We can create a mind map only after studying about the topic very thoroughly. We have to thoroughly understand the topic before making മൈൻഡ് മാപ്പ്. ഒരു കാര്യത്തിനെ കുറിച്ച് കാര്യമായ ഐഡിയ ഇല്ലാതെ മൈൻഡ് മാപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മൈൻഡ് മാപ്പ് കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? No, it is useless. We should definitely have a great understanding about the topic and its categories. Clear? So in a mind map, we use symbols or keywords or symbols to represent information. നമ്മളിങ്ങനെ വലിച്ചു വാരി സെന്റൻസ് ഒന്നും എഴുതാറില്ല. നമ്മൾ ഏതെങ്കിലും ഒരു മൈൻഡ് മാപ്പിൽ കണ്ടോ അതേപോലെ വലിച്ചു വാരിയിട്ടുള്ള സെന്റൻസ്? No, we are using symbols or keywords, right? We won't write the complete sentence in mind map. So if we don't have a thorough understanding about the topic, there is no use for this mind map. നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് ഒരു thorough അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എങ്കിൽ ആ മൈൻഡ് മാപ്പിൽ നമുക്ക് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാന്ന് പറയുന്നത് വളരെ വളരെ മീൻസ് ഡിഫിക്കൾട്ട് ആണ്, അല്ലെ? നമ്മൾക്ക് ഒരു വിവരത്തെക്കുറിച്ച് ഇപ്പം ഒരു കാര്യത്തെക്കുറിച്ച് thorough അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എങ്കിൽ ഈ ഡാറ്റ തമ്മിലുള്ള കണക്ഷൻ അല്ലെങ്കിൽ റിലേഷൻ എങ്ങനെ നിങ്ങൾക്ക് ഇപ്പം ഇൻ സയൻസ് യു ലേൺ അബൌട്ട് 5 tap roots and tap root system, fibrous അല്ലേ, fibrous root system ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? റൂട്ട്സ്, 2 categorization. ഇപ്പൊ ഞാൻ ഒരു റൂട്ട്സ് എന്ന് വരച്ചു, ടാപ്പ് റൂട്ട്, ഫൈബർ റൂട്ട് എന്ന് വരച്ചു. ഇനി അടുത്ത ആള് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ആ റൂട്ടിന്റെ 2 categories ആണെന്ന് അറിയാത്ത ഒരാള് വന്നിട്ട് റൂട്ട് കണ്ടു, ടാപ്പ് റൂട്ട്, ഫൈബർ റൂട്ട്, ഇതെന്താന്ന് അയാൾ വിചാരിക്കും? ബിക്കോസ് അയാൾക്ക് ആ കാര്യത്തെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല, റൂട്ട്സിനെ കുറിച്ച് ഐഡിയ ഇല്ല, ചാപ്റ്ററിനെ കുറിച്ച് ഐഡിയ ഇല്ല എങ്കിൽ he will never understand.
Maybe he will write beetroot as the next radiating branch. He may think that that may be a fruit or something else, a vegetable, beetroot, like that. So in a mind map, we use keywords or symbols to represent information instead of complete sentence. Hence, if we have not understood a topic properly, a mind map may be misguiding. Okay, if you don't have a thorough understanding about that concept or that that thing, the mind map may be misguiding. ശരിക്കും ആ മൈൻഡ് മാപ്പിൽ എന്താണോ റെപ്രസെന്റ് ചെയ്തത് അത് ആ വ്യക്തിക്ക് മനസ്സിലാവണമെന്നില്ല. ക്ലിയർ? സോ ആ കേസിൽ എന്ത് ചെയ്യണം? മൈൻഡ് മാപ്പിന്റെ കൂടെ ഒരു സെപ്പറേറ്റ് നോട്ട്സ് കൂടെ എന്താ പറയാ പ്രൊവൈഡ് ചെയ്യേണ്ടി വരണം. ഇതെന്ന് പറഞ്ഞാല് എന്താ ഒരു മൈൻഡ് മാപ്പ് ആക്കിയ കൂട്ടത്തിൽ തന്നെ ആ മൈൻഡ് മാപ്പിന്റെ ഐഡിയ ഒരു പാരാഗ്രാഫ് പോലെ എഴുതി കൊടുക്കുകയും കൂടെ വേണ്ടി വരും, അല്ലേ? സോ നല്ലപോലെ പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ മൈൻഡ് മാപ്പ് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് കാര്യമുള്ളൂ. ഒന്നും അറിയാതെ പെട്ടെന്ന് അതും ഇതും ആക്കി കഴിഞ്ഞാല് ആ മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത് മിസ്ഗൈഡിങ് ആണ്. ഇറ്റ്സ് നോട്ട് യൂസ്ഫുൾ ഫോർ അസ്. ക്ലിയർ? ഇസ് ദാറ്റ് ക്ലിയർ? Okay. A mind map can become too huge and complex to remember and understand if appropriate keywords are not used. So, appropriate, ഇപ്പോൾ നമ്മൾ മൈൻഡ് മാപ്പിന്റെ അഡ്വാൻറ്റേജസ് ഓഫ് എ മൈൻഡ് മാപ്പ് കണ്ടോ? അതിൽ കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലേ? അത് അഡ്വാൻറ്റേജസ് ഓഫ് മൈൻഡ് മാപ്പ്. അത് മാക്സിമം ചുരുക്കിയിട്ടാണ് അവർ ആ പോയിന്റ്സ് ആക്കിയത്. ഇപ്പം ഇനിയിപ്പോ ഇതുപോലത്തെ കീവേഡ് ഒക്കെ ആക്കാൻ പറ്റിയില്ല എങ്കിൽ മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജും കോംപ്ലക്സും ആയിരിക്കും. ഇറ്റ് വിൽ ബിക്കം കോംപ്ലക്സ്. കോംപ്ലക്സ് ആയി കഴിഞ്ഞാൽ കോംപ്ലക്സ് പിക്ചേഴ്സ് ആണെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അവിടെ ഇവിടെയൊക്കെ തെറ്റ് വരാൻ സാധ്യതയുണ്ട്, അല്ലേ? കുറേ കാര്യം വലിയ വലിയ സെന്റൻസ് ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചധികം സമയം വേണം. വേർഡ്സ് ഒക്കെ പഠിക്കാൻ കുറച്ച് സമയം മതി, ചെറിയ ചെറിയ വേർഡ്സ് ഒക്കെ പഠിക്കാൻ, അല്ലേ? അപ്പം പ്രോപ്പർ ആയിട്ടുള്ള കീവേഡ്സ് കാര്യങ്ങളൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ദ മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജും ആയിരിക്കും, കോംപ്ലിക്കേറ്റഡും ആയിരിക്കും. ഓക്കെ, സോ ദെൻ നമുക്ക് കാര്യങ്ങൾ we will not understand the meaning between the we will not understand the relationship between different data. Okay, and when the mind map become complex, we can't easily remember that. കോംപ്ലക്സ് ആയിട്ടുള്ള പിക്ചേഴ്സ് നമ്മൾക്ക് കുറച്ച് സമയം എടുത്ത് വേണം. ഈ 1, 2, 3 ബോക്സസ് കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, വി ക്യാൻ ഈസിലി റിമെമ്പർ ദാറ്റ്. But when the complexity of the picture or the complexity of the mind map increases, we need to, so we cannot easily remember that, right? Okay, when the complexity increases, നമുക്ക് അത് ഓർത്തെടുക്കുന്നതിലും ഡിഫിക്കൽട്ടി ഉണ്ടാവും, അല്ലേ? പിക്ചർ വലിയ വലിയ ഫിഗേഴ്സ് ഓർത്തെടുക്കാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അല്ലേ? യാ, അതാണ് മൈൻഡ് മാപ്പിന്റെ കേസിലും വരാം. സോ at times one may require multiple mind maps to understand a problem completely. ഒരു പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാവണമെങ്കിൽ മൾട്ടിപ്പിൾ മൈൻഡ് മാപ്സിന്റെ ആവശ്യം വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഐ ടോൾഡ് യു, ഒരു ചാപ്റ്ററിനേക്ക് നമുക്ക് ഒരു പേപ്പറിലേക്ക്, ഒരു സിംഗിൾ പേപ്പറിലേക്ക് ആ ടോപ്പിക്കിനെ സമ്മറൈസ് ചെയ്യാൻ പറ്റും. വി ക്യാൻ സമ്മറൈസ് ദ ടോപ്പിക് ഇൻ ടു സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പർ. ദെൻ there may be in several chapters in maths and science, സോഷ്യൽ, ഓരോ ടോപ്പിക്കിനെ കുറിച്ച് സബ് കാറ്റഗറീസ് വളരെ ഡീപ്പ് ആയിട്ടുണ്ട്, അല്ലേ? ആ സിറ്റുവേഷനിലൊക്കെ നമുക്ക് വീണ്ടും ഈ സബ് കാറ്റഗറൈസേഷൻ ഇങ്ങനെ കടൽ പോലെ നീണ്ടു പോകും. ദാറ്റ് വിൽ മേക്ക് ദ മൈൻഡ് മാപ്പ് ടു കോംപ്ലക്സ്. ഓക്കെ, ടു അവോയ്ഡ് ദാറ്റ് വി ഹാവ് ടു മേക്ക് മൾട്ടിപ്പിൾ മൈൻഡ് മാപ്സ്. ഓരോ ടോപ്പിക്കിനും വേണ്ടിയിട്ട് മൈൻഡ് മാപ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? Then editing a mind map can lead to blunders if not done carefully. Mind map നമ്മൾ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ്, അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ സമയമെടുത്ത് ചിന്തിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ല എങ്കിൽ അതിന്റെ ഇടയ്ക്ക് എവിടെന്നെങ്കിലും തെറ്റ് പറ്റി പോയി കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പോയിന്റ് മിസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കുത്തിക്കയറ്റി വെക്കാൻ പറ്റില്ല, അതിന്റെ ഇടയ്ക്ക് തിരികെ കയറ്റി വെക്കാൻ പറ്റില്ല.
ബിക്കോസ് ഇറ്റ്സ് എ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ അല്ലേ, നമ്മൾ വരച്ച് പോകും. പിന്നെ നിങ്ങൾ അത് ആദ്യമേ മായ്ച്ച് അവിടെ ഒരു സർക്കിളും കൂടെ വരച്ച് അതിനെ സബ് കാറ്റഗറൈസ് ചെയ്ത്, സോ അത് കൂടുതൽ കോംപ്ലെക്സ് ആവും. അത് എന്താ പറയാ, മേ ബി അതിനനുസരിച്ച് നിങ്ങൾക്ക് ഒരുപാട് ചേഞ്ചസ് വരുത്തേണ്ടി വരും ആ മൈൻഡ് മാപ്പിൽ. ചിലപ്പോൾ അത് എന്തെങ്കിലും തെറ്റോ മണ്ടത്തരങ്ങളോ ഒക്കെ വരുത്താനുള്ള സാധ്യതയും ഉണ്ട് അല്ലേ. സോ എഡിറ്റിംഗ് എ മൈൻഡ് മാപ്പ് ക്യാൻ ലീഡ് ടു ബ്ലണ്ടേഴ്സ് ഇഫ് നോട്ട് ഡൺ കെയർഫുള്ളി. നല്ല രീതിയിൽ നമ്മൾ ആലോചിച്ച് ചെയ്തില്ല എങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമായിരിക്കും. ക്ലിയർ? Understood? So read the topic. I mean, mind map process. Read the 4 steps. Look at your textbook and read it. Step 1. First, place the name of the topic in the center and encircle it. ഈ എൻസർക്കിൾ ചെയ്യാന്ന് പറയുന്നത്, you can put circle or rectangle as you wish. മൈൻഡ് മാപ്പ് നിങ്ങളാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം. Okay. I have showed you some pictures of mind map in the last class, I guess. Let me see. Can I show mind maps today? Mind maps. എന്തിന്റെ ബേസിലാ മൈൻഡ് മാപ്പ് വരാ? ഓഫ് വേണ്ട, മൈൻഡ് മാപ്സ് മതി. Mind maps on solar system. Let me check. Is there anything available? Oh, there were one more important topic. We can draw mind maps with our hands. We can draw mind maps with our hand, but there are some software tools available for the mind maps. To create the mind maps using our computer, some softwares or some programs or some applications are available, such as Microsoft Visio, eDraw MindMaster, FreeMind, MindMaster, SmartDraw. Okay, some software applications to create a mind maps are Microsoft Visio, eDraw MindMaster, FreeMind, MindMaster, and SmartDraw. These are some software applications which are used to create what? Mind maps using our computer. This is a mind map related to solar system. So the main topic is solar system, which is placed in the middle. Okay. Then in solar system, the sun is there, Mercury, Venus, the Earth is there, Mars, Jupiter, Saturn, Uranus, Neptune, Pluto, and what is this? I can read it. It's not visible for me. So leave it. So main topic in a center, you can encircle it or put in a rectangle. That as you prefer. So from the second step, step 2, from the main topic, draw the radiating branches with the name of the categories. So solar system ത്തിന് കുറെ radiating branches പോകുന്നുണ്ട് അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 radiating branches ഉണ്ട് സോളാർ സിസ്റ്റം എന്നുള്ള മെയിൻ ടോപ്പിക്കിൽ. അത് ഓരോന്നും പോയി ഇതാ സോളാർ സിസ്റ്റത്തിൽ സൺ ഇസ് ദയർ. Okay, in solar system Mercury is there, Venus, Earth, Mars, Jupiter, Saturn. It goes on like that. Okay, so main topic ആയിട്ട് relate ചെയ്യുന്ന categoriesനെ നമ്മൾ branches വരച്ച് മാർക്ക് ചെയ്തു. In step 3, you can further draw branches from these categories. കണ്ടോ, ഈ മെർക്കുറിന്നും അല്ല ഈ സണ്ണിന് നോക്കൂ, സണ്ണിന് അഗെയിൻ 2 branches വന്നിട്ടുണ്ട്. In Mercury 1, 2, 3, 4, 5 branches are there. From Venus there is only 1 branch. Earth have 1, 2, 3, 4, 5 branches. Okay, ഇപ്പൊ ഓരോന്നിനെയും ഓരോ കാറ്റഗറീനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടാവും, ഇൻഫർമേഷൻ കാണിക്കാൻ വേണ്ടി. ഈ കാറ്റഗറീസിന്ന് ബ്രാഞ്ചസ് വരച്ച് നമുക്ക് ആ പോയിന്റ്സ് റെക്ടാങ്കിളിലോ സർക്കിളിലോ എഴുതാൻ പറ്റും. ക്ലിയർ? At the end of each branch, you can draw rectangles contain bullets
bullet points or subcategories that give information about the respective category. അപ്പൊ ഈ കാറ്റഗറീനെ റിലേറ്റ് ചെയ്യുന്ന പോയിന്റ്സ് നമുക്ക് ഇതേപോലെ റേഡിയേറ്റിംഗ് ബ്രാഞ്ചസ് വരച്ച് മാർക്ക് ചെയ്യാം. ഇനി ലാസ്റ്റ് ബ്രാഞ്ച് എത്തിക്കഴിയുമ്പോൾ ലാസ്റ്റ് ബ്രാഞ്ചിൽ ഒരു പോയിന്റ് ഉണ്ടാവില്ലേ, ആ റെക്ടാംഗിൾ ഇനി ബുള്ളറ്റ് അതിനെ ഇപ്പൊ എർത്തിനെ കുറിച്ച് മോർ ദാൻ ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അത് നമുക്കുള്ള റെക്ടാംഗിളിനുള്ളിൽ ബുള്ളറ്റ്സ് ആയിട്ട് പോയിന്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഓക്കെ. Then step 4, finalize the mind map based on the analysis and decision making process. നമ്മൾ അതൊന്ന് സോളാർ സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്ത മൈൻഡ് മാപ്പിനെ ഇന്ന്